ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങൾ ഈ സമയത്തുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? നിങ്ങളെന്ന വ്യക്തി അവരുടെ മനസ്സിലുണ്ടോ? നിങ്ങളെക്കുറിച്ച് അവരെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളെന്ന വ്യക്തി ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ടോ? അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളെന്ന പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടോ? അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെന്ന പേഴ്സൺ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം, അല്ല ഒരു ബ്രേക്കപ്പിലായിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം. നല്ല രീതിയിലല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നല്ല രീതിയിലല്ല അത് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അത് അവരുടെ ഒരു തീരുമാനമാകാം. വളരെ കാലമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ വളരെ കാലമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ വ്യക്തി ആ ഒരു സെപ്പറേഷൻ വേണ്ട എന്ന് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനിയും നിങ്ങളെ കൂടാതെ ജീവിക്കാനായിട്ട് അവർക്ക് കഴിയില്ല. നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വ്യക്തിക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ആ വ്യക്തി ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്ന രീതിയിലുള്ള ഒരു എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വളരെ ഡീപ്പായിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പലപ്പോഴും ഫിസിക്കൽ അട്രാക്ഷൻസ് വരെ ഉള്ള രീതിയിൽ പോയിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ഒരു ഫൈനാൻഷ്യൽ ലോസ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവർ കുറെ ടോക്സിക് പീപ്പിൾസുമായിട്ടായിരുന്നു ഇവരുടെ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇവർക്ക് നല്ല പണി കിട്ടുകയും അവരുടെ ഒരു ആർത്തി മൂലം അവർക്ക് ഒത്തിരി ഓവറായിട്ട് അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ലോസ് ഇവർക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ഒരു റിഗ്രറ്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അവർ സഞ്ചരിക്കേണ്ടി അല്ലെങ്കിൽ അവർക്ക് ചെന്നെത്തപ്പെടേണ്ടി വന്നല്ലോ എന്നോർത്ത് അവർ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അത് ആ വന്ന നഷ്ടങ്ങളും അല്ലെങ്കിൽ അവർക്കൊരു സാമ്പത്തിക നഷ്ടം വന്നതും അവർ കടന്നുപോയ സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക്
കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യവും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ഇംബാലൻസ് അവരുടെ ലൈഫിൽ വന്നു. സാമ്പത്തിക തകർച്ച വന്നതോടുകൂടി ഒരു ഇംബാലൻസ്, മാനസികമായിട്ടും അവർ തകർന്നു പോയി. ഒരു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കാരണമാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടേണ്ടി വന്നത്. നിങ്ങൾ ഉള്ളപ്പോൾ അവർ ചെയ്തിരുന്ന ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നല്ല രീതിയിൽ എൻഡ് ആയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഫ്ലോപ്പ് ആയി പോയതാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഉണ്ടായിരുന്ന ടൈമിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെനിക്ക് ദൈവമായിട്ട്, യൂണിവേഴ്സായിട്ട് തന്ന ഒരു കർമ്മയാണോ എന്ന് വരെ ഓർത്ത് അവര് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഇന്നർ ഫീലിങ്സ് അവർക്കുണ്ടാകുന്നു. ഒരു കാം ആയിട്ട് ഇരിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ലാത്ത ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഒരു സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്വയം ശ്രമിക്കുന്നതായിട്ടും നമുക്ക് ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ അവര് വളരെയധികം ടെൻസ്ഡ് ആണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു പീസ്, ഇന്നർ പീസിന് വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയാണെങ്കിൽ അവർക്കൊരു ഇന്നർ പീസ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് വരെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടൊരു എനർജി നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 9 of Wands കാർഡാണ്. ഈ 9 of Wands കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു നല്ല രീതിയിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ വരെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഫിസിക്കൽ കമ്മിറ്റ്മെന്റ് വരെ ഒക്കെ നിങ്ങൾ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത്രയും ഡീപ്പിലേക്ക് പോയ റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി. അതായത് ഒരു യുദ്ധം പകുതിക്ക് വെച്ച് നിർത്തിപ്പോയതുപോലെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ലോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ മാരേജിലേക്കൊക്കെ വരേണ്ടിയിരുന്ന ഒരു കാര്യം പകുതിക്ക് വെച്ച് നിർത്തിപ്പോയല്ലോ, തന്റെ ഒരു പ്രവൃത്തികൾ കൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സക്സസിലേക്ക് ഇനിയും ഒന്ന് ഫോർവേഡ് ചെയ്ത് ഇച്ചിരി ഒരു സ്ട്രെങ്ത് ഒന്ന് എടുത്തിട്ട് മുന്നോട്ട് പുഷ് ചെയ്ത് ആ ഒരു സക്സസിലേക്ക് എത്തണമെന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു കാർഡ് നമുക്ക് 3 of Pentacles ആണ്. 3 of Pentacles എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു കാർഡിനോട് വളരെയധികം സപ്പോർട്ട് ചെയ്തു വരുന്ന ഒരു കാർഡ് തന്നെയാണ്. ഒരു കമ്മിറ്റ്മെന്റ്സ്, ഒരു ലാക്ക് ഓഫ് എഫേർട്ട്, ഒട്ടും തന്നെ എഫേർട്ട് ഇട്ടിട്ട് ഈ ഒരു ഇതിൽ നിന്നില്ലല്ലോ, ഇത്രയും വരെ എത്തിച്ച ഒരു റിലേഷൻഷിപ്പ് ഞാൻ വെറുതെ കൈവിട്ട് കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നു. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളെല്ലാം മാറ്റി നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നേടിയെടുക്കണം, വീണ്ടും എൻ്റെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു തീരുമാനത്തിൽ ഈ ഒരു വ്യക്തി എത്തിയിരിക്കുകയാണ്. ആ ഒരു തീരുമാനമായിരിക്കാം നമുക്ക് ഓവറോൾ നോക്കിയപ്പോൾ കിട്ടിയ എനർജിയുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആ ഒരു തീരുമാനമായിരിക്കാം നിങ്ങളെ അറിയിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഹെറോഫൻ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഫസ്റ്റ് സമയങ്ങളിലൊന്നും അവർക്ക് യാതൊരുവിധ ഒരു യൂണിവേഴ്സിലോ ദൈവത്തിലോ യാതൊരുവിധ സ്പിരിച്വൽ കാര്യങ്ങളിലോ ഒന്നും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു ട്രഡീഷണൽ പരമായ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയി അവർ വളരെ ഡിപ്രഷനിലേക്ക് പോയി, പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു സമയത്തൊക്കെ ഇവര് ദൈവത്തിലും സ്പിരിച്വൽ പരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം വിശ്വസിക്കാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ ഇവര് ബ്ലാക്ക് മാജിക് വരെ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അവർ തന്നെ ചിന്തിക്കുകയാണ്, ആരെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു പണി തന്നതാണോ എന്നുള്ള രീതിയിൽ വരെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് റിലീജിയസ് പരമായ കാര്യങ്ങളിലേക്ക് ഒത്തിരി അടുക്കുന്നതായിട്ട് കാണുന്നു. അഡ്വൈസുകളൊക്കെ ഒരു പ്രീസ്റ്റിൽ നിന്നൊക്കെ അഡ്വൈസുകളൊക്കെ എടുക്കുന്നതായിട്ടും നമുക്ക് അങ്ങനെ ഒരു എനർജിയും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചുവരവിന്റെ കാര്യം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ഒത്തിരി അധികമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്.
ഉം. പിന്നെ ഇവിടെ നമുക്ക് 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ഈ ഇത്രയും ഇത്രയും സ്നേഹം എന്റെ മുന്നിലിരുന്നു, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പ്, ഇത്രയും നല്ലൊരു കാര്യം എന്റെ ഒരു പ്രൊജക്റ്റ് എന്റെ കയ്യിൽ ഇരുന്നിട്ട് ഞാൻ അത് ഉപേക്ഷിച്ച് വേദനയിലേക്കാണല്ലോ നടന്നു പോയത് എന്നാണ് ഈ ഒരു വ്യക്തി ആലോചിക്കുന്നത്. ഈ ഇത്രയും സ്നേഹം എന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു, എനിക്ക് കെയറിങ്ങും സ്നേഹവും ഒക്കെ തന്നുകൊണ്ട് ഈ ഒരു വ്യക്തി എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തിരിച്ചറിയപ്പെടാതെ ഞാനൊരു ഏകാന്തതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇരുട്ടിലേക്ക് നടന്നു നീങ്ങിയല്ലോ എന്നോർത്ത് അവര് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വിട്ടുപോയതിനെ ഓർത്ത്. ഓക്കെ, നയൻ ഓഫ് സോർഡ്സ് ആണ്, നമുക്ക് റിവേഴ്സ് ആണ് നയൻ ഓഫ് സോർഡ്സ് വന്നിട്ടുള്ളത്. ഒരു വളരെയധികം ഇവിടെയും ഒരു സീക്രട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു തീരുമാനമായിരിക്കും, നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് റീയൂണിയൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകണം, നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ടായിരിക്കാം. അതായിരിക്കാം ഈ വ്യക്തിയുടെ ഒരു തീരുമാനം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്തോ ഒരു സീക്രട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവര് ഇപ്പോൾ പതിയെ ഈ ഒരു ടെൻഷനിൽ നിന്നും വറീസിൽ നിന്നും ഒക്കെ ഒന്ന് റിലീസായി വരുന്നതായിട്ടുള്ള എനർജി കിട്ടുന്നുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ അവർ റിക്കവർ ചെയ്തു. മെന്റൽ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിലായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എല്ലാ പഴയ നെഗറ്റിവിറ്റീസ് എല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ സ്ട്രെസ്, അവരുടെ വിഷമങ്ങളെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് ഒരു ജീവിതത്തിന്റെ പുതിയൊരു ഫേസിലേക്ക് കടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു തീരുമാനങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് വീണ്ടും ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണുന്നത്. ഒരു നല്ല ബുദ്ധിപരമായ രീതിയിൽ മെന്റൽ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒരു ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ്, അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റീകൺസിലേഷനിലേക്ക് പോകും, ഒരു ന്യൂ സ്റ്റാർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും അപ്പോൾ നിങ്ങളുടെ ഈ ഒത്തിരി നാളായിട്ട് സെപ്പറേഷനുള്ള ആളുകളെ നമുക്ക് ഈ ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ മാറാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കുറച്ച് സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് നോക്കാം. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഓക്കെ, നീ ഇല്ല എങ്കിൽ ഞാൻ വെറും ശൂന്യമാണ്, എനിക്ക് ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. അപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതൊരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. എൻ്റെ പ്രോബ്ലംസ് ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു, ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കാനായിട്ടും അവർ ആഗ്രഹിക്കുന്നു. അതാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു റീഡിങ്ങിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു എനർജി അത് തന്നെയാണ്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. നിങ്ങളാണ് അവർക്കൊരു പ്രതീക്ഷ, ജീവിക്കാനുള്ളൊരു പ്രതീക്ഷ നിങ്ങളാണ്. നിങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് അവർക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളൊരു പ്രതീക്ഷ വരുന്നതായിട്ട് കാണുന്നത്. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചിലവഴിച്ച് ഓരോ നിമിഷവും വളരെ പ്രീഷ്യസ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ മിസ് യു വെരി ബാഡ്ലി. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ,
ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, ലെഫ്റ്റ് സൈഡിൽ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഏപ്രിൽ മന്ത് ഒരു പോസിബിലിറ്റി ആണ്. റെയിൻബോ സൈൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം, അത് ഒരു പോസിറ്റീവ് സൈൻ ആണ്. ഓക്കെ, പെറ്റ് ലവേഴ്സ്. ഓക്കെ, ലെറ്റർ എൽ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 2 days. ലെറ്റർ ബി, സപ്പോർട്ടീവ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആകാം. ഹിയറിംഗ് ഇഷ്യൂസ്. നമ്പർ 23, ചോക്ലേറ്റ് ലവർ. 2002, മലപ്പുറം ജില്ല. 1 weeks, flowers. Today, number 23, sensitive. Cooking, reading, red color, lawyer. 1978, October month. Number 12, March month. 1984, mole on right hand, right handൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ഇ, നെക്സ്റ്റ് മന്ത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നെക്സ്റ്റ് മന്ത് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.